ഇവിടെ നമ്മുടെ നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതൊരു തിരഞ്ഞെടുപ്പ് എന്നതിനുപരി ഉപതിരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണ് ഈ ഉപതിരഞ്ഞെടുപ്പ് വന്നത് എന്നുള്ളത് ഇരു മുന്നണികളും ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 99 MLA-മാരിൽ ഒരാളായിരുന്നു ശ്രീ PV അൻവർ. ഇപ്പോൾ അത് 98ആണ്. എങ്ങനെ ആ സാഹചര്യത്തിലേക്ക് പോയി? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 2 പ്രാവശ്യം 2016-ലും 2021-ലും വിജയിച്ച PV അൻവർ എങ്ങനെയാണ് ഇപ്പോൾ ആ 99-ൽ നിന്ന് പുറത്തു പോയത്? അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നതിന് മുമ്പും ശേഷവും കേരളത്തിൻ്റെ ഭരണത്തിനെക്കുറിച്ചും ഭരണത്തിൻ്റെ ഇടനാഴികളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങളുടെ മറുപടി ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അവരുടെ നേതാക്കന്മാരോ നൽകിയിട്ടില്ല. ഈ തിരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ അഭിപ്രായം തീർത്തും ബാലിശമായിട്ടുള്ള വികലമായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ പിന്തുണച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ പിന്തുണച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ എല്ലാ ക്രമക്കേടുകൾക്കും, അദ്ദേഹം നടത്തിയ എല്ലാ പൊറാട്ട് നാടകങ്ങൾക്കും അതിന് നേതൃത്വം നൽകുകയും അതിന് മറപിടിക്കുകയും ചെയ്തിട്ട് പിന്നീട് എവിടെയോ വെച്ച് ഏതോ ഒരു ഇടത്ത് വെച്ച് ഏതോ ഒരു പോയിന്റിൽ വെച്ച് തെറ്റിപ്പിരിഞ്ഞ് അത് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പായി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം ഇത് കേരളത്തിലെ ജനതയുടെ ഖജനാവിലെ പണമാണ് ഈ തിരഞ്ഞെടുപ്പിന് വേണ്ടി ചിലവഴിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകണ്ട. ബാലിശമായിട്ട് കേവലം 7-8 മാസം മാത്രം MLA ആയി ഒരാളെ പറഞ്ഞയക്കാൻ, സത്യം പറഞ്ഞാൽ അയാൾക്ക് MLA പെൻഷൻ പോലും കിട്ടുന്ന സംശയമാണ്. MLA പെൻഷൻ പോലും കിട്ടാൻ സാഹചര്യമില്ലാത്ത ഒരാളെ MLA ആയിട്ട് പറഞ്ഞയക്കാൻ, ഇത്തരം കേവലമായിട്ടുള്ള മൂന്നാംകിട രാഷ്ട്രീയ കളികളുടെ ഭാഗമായി രാജിവെച്ച ഒഴിവിൽ ആളെ നികത്താൻ, ജനങ്ങളെ വീണ്ടും ഈ മഴയത്ത്, ഈ പേമാരിയുടെ കാലത്ത്, ഈ പ്രകൃതി ദുരന്തങ്ങളുടെ കാലത്ത് വീണ്ടും രാവിലെ 6 മണി മുതൽ ക്യൂവിൽ നിർത്തി അവർ വീണ്ടും ഇത്തരക്കാർക്ക് വോട്ട് ചെയ്യണം എന്നാണ് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും നാടിനോട് പറയുന്നത്. BJPക്ക് പറയാനുള്ളത് ഇത് തീർത്തും അനാവശ്യമായിട്ടുള്ള ജന ഉപകാരപ്രദമായിട്ടുള്ള ഒരു മുന്നേറ്റമോ ജനങ്ങൾക്ക് വേണ്ടുന്ന വികസനമോ ഒന്നും കൈക്കലാക്കാൻ കഴിയാത്ത, ഒരു രാഷ്ട്രീയ മാറ്റത്തിനും ഉതകാത്ത, ഒരു മാറ്റങ്ങൾക്കും വഴിവെക്കാത്ത ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അത് കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയും അവർ പിന്തുണച്ച PV അൻവർ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ അവസരവാദി രാഷ്ട്രീയക്കാരനും ഒരു കൊള്ളക്കാരൻ്റെ ഇമേജ് കേരളത്തിലെ ജനതയ്ക്കുള്ള ഒരാൾ, ഒരു മുൻ MLA സൃഷ്ടിച്ച ബാലിശമായ ഈ തിരഞ്ഞെടുപ്പിനെ BJP വ്യക്തമാണ്, അങ്ങനെയാണ് കാണുന്നത്.